എസ് ഫോർ സഫാരിയുടെ ഇന്നത്തെ യാത്ര കേരളത്തിലെ തന്നെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കർഷക ഗ്രാമമായ വട്ടവട എന്ന സ്ഥലത്തേക്കാണ്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ നമ്മളുടെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് ഫോറസ്റ്റ് ഒരു ജംഗിൾ സഫാരി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1120 രൂപ നിരക്കിൽ 4 പേർക്കാണ് ഇവിടെ ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത്. വനത്തിനുള്ളിലൂടെ 12 കിലോമീറ്റർ യാത്രയാണ് നമുക്ക് ഇവിടെ ഫോറസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണേലും നമ്മൾക്ക് പോകുവാൻ സമയമില്ലായതിനാൽ നമ്മൾ നേരെ വട്ടവടയിലെ കാഴ്ചകൾ കാണാനായിട്ടുള്ള യാത്ര തുടരുന്നു. മൂന്നാറിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് വട്ടവടയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു തവണ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ മൈനസ് ഒക്കെ വന്ന സമയത്ത് മഞ്ഞ് കണങ്ങൾ ഈ പുല്ലുകളിലൊക്കെ വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നും 6 കിലോമീറ്റർ വരെ വാഹനങ്ങൾ നിർത്തുന്നതിനോ വഴിയിൽ ഇറങ്ങി നിൽക്കുന്നതിനോ ഉള്ള പെർമിഷൻ നമുക്കില്ല. നമ്മൾ കൊടൈക്കനാലിൽ നിന്നും മണ്ണമന്നൂരിലേക്ക് പോകുന്ന വഴിയുള്ള അതേ കാഴ്ചയാണ് നമുക്ക് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുമ്പോഴും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ വട്ടവടയിലേക്കുള്ള യാത്രയിൽ കൂടുതലായും കാണാൻ സാധിക്കുന്നത് യൂക്കാലിപ്റ്റസും പൈൻ മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടൈക്കനാലിൽ ചെല്ലുന്ന ആ ഓർമ്മയൊക്കെ നമുക്ക് വരും. അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ വട്ടവടയിലേക്ക് ഏറെക്കുറെ കയറുകയാണ്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് മുന്നോട്ട് യാത്ര തുടരാമെന്ന് വെച്ചു. എന്താണേലും തിരക്കുള്ള സമയമായിരുന്നെങ്കിലും നല്ല ഫുഡൊക്കെ ഈ കടയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് പൂമ്പാറ വില്ലേജ്, കറക്റ്റ് പൂമ്പാറ വില്ലേജ് പോലെ തന്നെ തട്ടുതട്ടുകളായി കൃഷിയിടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ KSRTCയുടെ കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നുമുള്ള മൂന്നാർ വട്ടവട ഉല്ലാസയാത്ര വാഹനങ്ങൾ കാണുവാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് ആ ട്രിപ്പ് വന്ന ബസ്സുകളാണ്.
അങ്ങനെ നമ്മളിപ്പോൾ വട്ടവടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വട്ടവട എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല, വലിയ ടൗണൊന്നുമല്ല, ഒരു ചെറിയ ഗ്രാമമാണ് വട്ടവട എന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കൃഷിയൊക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടി ഒരു ഫാമിൽ ചെന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫാമിലെ കാഴ്ചകളൊക്കെ കയറി ചെല്ലുന്ന വാടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യകാന്തി പൂക്കൾ കൊണ്ട് ബോർഡർ തീർത്ത ഒരു കൃഷിയിടമാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ട്രോബെറി കൃഷിയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ക്യാരറ്റ്, വെളുത്തുള്ളി, ഗ്രീൻ പീസ് എന്നീ സാധനങ്ങളുടെ കൃഷിയാണ് ഈ ഫാമിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണുന്നത് ബ്ലാക്ക്ബെറിയാണ്. അപ്പം ഈ നിൽക്കുന്നതാണ് ബ്ലാക്ക്ബെറി. ശരിക്കും ഇത് പഴുത്ത് വരുമ്പോഴാണ് ആ കറുപ്പ് കളറിലേക്ക് വരുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും മുന്നോട്ട് പോകുമ്പം. അങ്ങനെ ബ്ലാക്ക്ബെറി നല്ല ബ്ലാക്ക് കളറിൽ തന്നെയുള്ള 1-2 എണ്ണം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഫാമിൽ നമ്മുടെ കൂടുതൽ അവർ വന്ന് എല്ലാം കാണിച്ചൊക്കെ തരുന്നുണ്ട്. എല്ലാ ഫാമിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാണല്ലോ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വെളിയിൽ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ബെറി ബ്ലിസ് ഓർഗാനിക് സ്ട്രോബെറി ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. അപ്പോൾ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നതാണ് ക്യാരറ്റ് കൃഷിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് വെളുത്തുള്ളിയാണ്. ഈ കാണുന്നതാണ് വെളുത്തുള്ളി കൃഷി. അപ്പം ഇവിടെ ഉള്ളത്, ഈ ഭാഗത്തുള്ളത് ഗ്രീൻ പീസ് കൃഷിയാണ്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുവാനും കയ്യിലൊക്കെ എടുത്ത് നോക്കുവാനൊക്കെ സാധിച്ചു. എന്താണേലും ഈ പയർ പൊട്ടിച്ചാണ് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന ഗ്രീൻ പീസ് എടുക്കുന്നത്.
അപ്പോൾ ക്യാരറ്റ് കൂടുതലായിട്ടും ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മറ്റുള്ള മൂന്നാറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ ഗ്യാപ്പ് റോഡ് മുതൽ മൂന്നാർ വരെയുള്ള കാഴ്ച, മൂന്നാർ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ, അങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ തിരിച്ച് പോരുവാൻ നേരം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഫാമിൽ നിന്നും വാങ്ങിയിരുന്നു. ഗ്രീൻ പീസും സ്ട്രോബെറി ജാമും എല്ലാം വാങ്ങിയിരുന്നു. അപ്പോൾ എക്സ്പ്ലോർ സഫാരി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു യാത്രയുമായി നമ്മൾക്ക് കാണാം.